ഗൈസ് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്താണെന്നല്ലേ, ഇന്നാണ് ഞങ്ങൾ എയർപോർട്ട് വിസിറ്റ്. സോ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് സുന്ദരി സുമുഖനുമായി, സുമുഖനല്ലല്ലോ സുമനികളും അങ്ങനെയുണ്ടോ വലുത് എന്തോ ആയി വന്നു. പിന്നെ ഇത് ബസ് കയറിയുള്ള കുറച്ച് പ്രഹസനങ്ങൾ അതെല്ലാം കഴിയുമ്പോഴേക്ക് ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡയറക്റ്റ് എയർപോർട്ട് വിസിറ്റ് അല്ല, ഉച്ച വരെ ഒരു ക്ലാസ്സാണ്. പിന്നെ പള്ള നിറഞ്ഞല്ലേ പിള്ളേച്ച തലയോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആദ്യം പള്ള നിറച്ചു. പള്ള നിറക്കാനല്ല, ഒരു വടയുണ്ടേ, പക്ഷെ ഉള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ നിറച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് എന്ന് പറയാൻ കഴിയില്ല, ലൈക്ക് എന്താ പറയുക ഇൻട്രാക്ഷൻ സെക്ഷൻ. സാറും ഞങ്ങളായിട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ. അത് കഴിഞ്ഞ് ഗൈസ് ഉച്ചക്ക് ഫുഡ് കിട്ടിയപ്പോൾ ഒരു സന്തോഷമായി. നല്ല റൈസ്, ചിക്കൻ കറി, അങ്ങനെ അടിപൊളി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് തണുപ്പിക്കാൻ ഒരു ഐസ്ക്രീം ആയപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. അവിടെ എത്തി ഞങ്ങൾ ഏകദേശം 44 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. 2 സാറ് ഓരോ ആളായിട്ട് നോക്കും. ആൻഡ് നമ്മൾ ചെയ്യേണ്ട ഇന്ന കാര്യം, എല്ലാ കാര്യം ഇതിന് ഓൾമോസ്റ്റ് എല്ലാ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു, ഇതേപോലെ ഇവിടെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഐ തിങ്ക് വിസ്താരയും ഇൻഡിഗോ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതെല്ലാം അത് കഴിഞ്ഞ് കഴിച്ചു ഞങ്ങൾ എയർപോർട്ടിൽ പോയി ചായയും പഴംപൊരിയും കഴിച്ചു. ചായയും പഴംപൊരിയും കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും കാണാമെന്ന് വെച്ച് പോയി. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കാരണം ഒരു ടേക്ക് ഓഫ് പോലും ഉണ്ടായില്ല. ലാൻഡിങ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്, വിസ്താര, ഇന്ത്യയിലെ ലാൻഡിങ് ഉണ്ടായിരുന്നു. ടേക്ക് ഓഫ് ഒന്നും ഇല്ലേനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ എയർപോർട്ട് വിസിറ്റിൻ്റെ കഥ. അടുത്ത വിശേഷം